വാർത്തയിലേക്ക് വിശദമായി. വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതി നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തി കേരള സർവകലാശാല. സിൻഡിക്കേറ്റിന്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വലിയ തട്ടിപ്പ് തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ആജീവനാന്ത വിലക്കിലേക്ക് സർവകലാശാല എത്തുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ നിഖിൽ തോമസിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കേരള സർവകലാശാല കടുത്ത നിലപാടുകൾ എടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് സിൻഡിക്കേറ്റ് ചേർന്ന ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, എന്ത് നടപടിയെടുക്കാമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. നിഖിൽ തോമസിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി കേരള സർവകലാശാല. ഒപ്പം തന്നെ ഈ MSM കോളേജിന്റെ മാനേജ്മെന്റിനെ വിളിച്ചു വരുത്താനാണ് കേരള സർവകലാശാലയുടെ തീരുമാനം. ഇവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ പ്രത്യേകമായി സിൻഡിക്കേറ്റ് അംഗം അരുൺകുമാർ ഒരു കത്ത് നൽകിയിരുന്നു. അതായത് ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടന്ന അഡ്മിഷനുകൾ പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തിന് കേരളത്തിന് പുറത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ കേരള സർവകലാശാല തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളുടെയും സാധുത പരിശോധിക്കും. ഒപ്പം തന്നെ ഇതിനായി പ്രത്യേക സെല്ല് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. തീർച്ചയായും ഈ നിഖിലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഐശ്വര്യ, ഇത് കേസന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ അന്തിമ തീർപ്പ് എന്താണ് എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ നിഖിലിന് ഏതെങ്കിലും തരത്തിൽ ഉള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ? അപ്പീൽ നൽകാനോ അല്ലെങ്കിൽ കേസിന്റെ അന്തിമ വിധി എന്നത് സംബന്ധിച്ചോ ഉള്ള സാഹചര്യങ്ങൾ നോക്കി നിലവിൽ അത്തരമൊരു തീരുമാനമില്ല. അതായത് ഈ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു മാതൃകാപരമായ നടപടിയായാണ് കേരള സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വ്യാജബിരുദ സർട്ടിഫിക്കറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാം. പ്രത്യേകിച്ച് കേരള സർവകലാശാല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാടധികം നേട്ടങ്ങൾ നേടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിൽക്കുന്ന ഒരു സർവകലാശാലയുടെ പേരിന് കളങ്കം വരുത്തി എന്നുള്ളതാണ് നിഖിൽ തോമസിനെതിരായ പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പിശകും വച്ചു പൊറപ്പിക്കാനാകില്ല. ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇനി ആരും ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി കൂടി ഈ കേസ് സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഒരു ഇളവും നിഖിലിനുണ്ടാകില്ല. തീർച്ചയായും എന്തായാലും മാതൃകാപരമായ നടപടിയെന്നും മുന്നറിയിപ്പ് എന്ന നിലയിലുമാണ് ഇപ്പോൾ നിഖിൽ തോമസിന് സർവകലാശാല ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയത് താനെന്ന് അന്വേഷണ സംഘത്തോട് സമ്മതിച്ച് SFI കായംകുളം മുൻ ഏരിയ പ്രസിഡന്റ് അബിൻ സിരാജ്. തിരുവനന്തപുരത്ത് വെച്ചാണ് വ്യാജരേഖ ചമച്ച ഓറിയോൺ എന്ന ഏജൻസിയുമായി ബന്ധപ്പെടുന്നതെന്നും ചോദ്യം ചെയ്യലിൽ അബിൻ സമ്മതിച്ചു. മാലദ്വീപിൽ അധ്യാപകനായി ജോലി നോക്കുന്ന കായംകുളം കണ്ടലൂർ സ്വദേശി അബിൻ സിരാജിനെ ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പുലർച്ചെ കായംകുളത്തെത്തിച്ച അബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അബിൻ വിദേശ പഠനത്തിന് സഹായിക്കുന്ന ഏജൻസി എന്ന നിലയിൽ ഒറിയോൺ എന്ന സ്ഥാപനവുമായി പരിചയത്തിലാകുന്നത്. പിന്നീട് നാട്ടുകാരനായ നിഖിൽ തോമസിന് ബിരുദം നേടുന്നതിന് വേണ്ടി ഇരുവരും ഒന്നിച്ച് ഓറിയോണിന്റെ എറണാകുളം ശാഖയെ സമീപിക്കുകയായിരുന്നു. 2 ലക്ഷം രൂപ നൽകിയാണ് നിഖിലിന് വ്യാജ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ നിരവധി പരാതികളുള്ള ഏജൻസി 10 മാസം മുൻപ് പൂട്ടിപ്പോയതായി പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് നിഖിലും അബിനും അറസ്റ്റിലായെങ്കിലും നിർണായക തെളിവായ നിഖിലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഫോൺ ലഭിച്ചാൽ മാത്രമേ തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറ്റു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാകൂ. നിഖിൽ പഠിച്ച MSM കോളേജിൽ തെളിവെടുപ്പിനായി എത്തിക്കുമെന്ന് ആദ്യം അന്വേഷണ സംഘം അറിയിച്ചെങ്കിലും പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അധ്യാപകരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതിനിടെ വ്യാജരേഖ നിർമ്മിച്ചു നൽകിയ ഓറിയോൺ കമ്പനിയിൽ എത്തിച്ച് തെളിവെടുത്തു. ഓറിയോൺ കമ്പനി ഉടമ സജീവിനെ പ്രതി ചേർക്കുന്നതിൽ ആലോചനയുണ്ടെന്നും കായംകുളം SHO മുഹമ്മദ് ഷാഫി. ഇവിടെ പൈസ ഒന്നും കൈമാറിയിട്ടില്ല. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിലെ വ്യാജരേഖ കേസിൽ K വിദ്യയ്ക്ക് ഇടക്കാല ജാമ്യം. 30-ന് കോടതിയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയാണ് ഹോസ്ദുർഗ് കോടതി ജാമ്യം അനുവദിച്ചത്. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കരിന്തളം സർക്കാർ കോളേജിൽ ജോലി നേടിയെന്ന കേസിലാണ് SFI മുൻ നേതാവ് K വിദ്യ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഞായറാഴ്ച ഹാജരാകാൻ നീലേശ്വരം പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ കാരണം എത്താൻ കഴിയില്ലെന്ന് വിദ്യ ഇമെയിൽ വഴി അന്വേഷണ സംഘത്തെ അറിയിച്ചു. തുടർന്നാണ് ഇന്ന് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിദ്യ ഹാജരായത്. അഗളി പോലീസിന് നൽകിയ മൊഴി തന്നെ നീലേശ്വരത്തും ആവർത്തിച്ചു. രേഖയുണ്ടാക്കിയത് സ്വന്തം മൊബൈൽ ഫോണിലാണെന്നും
മറ്റാരുടെയും സഹായമുണ്ടായില്ല എന്നുമായിരുന്നു മൊഴി. ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചതായും വിദ്യ ആവർത്തിച്ചു പറഞ്ഞു. വഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ നിർമ്മിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിക്കൽ വകുപ്പ് കൂടി പുതുതായി ചേർത്തു. ഹൊസ്ദുർഗ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വിദ്യയ്ക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ മാസം 30-ന് കോടതിയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയാണ് ജാമ്യം. നാളെയും മറ്റന്നാളും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. കരിന്തളം കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ ഈ മാസം 8-നാണ് നീലേശ്വരം പോലീസ് വിദ്യക്കെതിരെ കേസെടുത്തത്. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാർ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി ഹൈക്കോടതി. പട്ടയമോ നിയമാനുസൃത രേഖകളോ ഇല്ലാത്ത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കോടതി. 2 ആഴ്ചയ്ക്കകം ഇടുക്കി കളക്ടർ കോടതിയിൽ നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിട്ടു. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. സാറ്റലൈറ്റ് മാപ്പിംഗ് അടക്കമുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കാം. ഒഴിപ്പിക്കലിൽ വിവേചനം കാട്ടുന്നതാണ് പ്രശ്നം. ഇടുക്കി ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പറും 2 ആഴ്ചയ്ക്കുള്ളിൽ നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഏത് ഏജൻസി വേണമെന്ന് സർക്കാർ നിർദ്ദേശിക്കണം. ഇക്കാര്യത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. പട്ടയമില്ലാത്ത ഭൂമിയിലെ കയ്യേറ്റം, വ്യാജപട്ടയം ഉപയോഗിച്ചുള്ള കയ്യേറ്റം, കൃഷി ആവശ്യത്തിന് നൽകിയ പട്ടയഭൂമിയിലെ അനധികൃത നിർമ്മാണം എന്നിങ്ങനെ കയ്യേറ്റങ്ങളെ 3ആയി തിരിച്ചു വേണം നടപടിയെന്നും കോടതി നിർദ്ദേശിച്ചു. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ വിലക്കുമായി ബന്ധപ്പെട്ട് 2018-ലെ കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതി പഞ്ചായത്തുകൾ കർശനമായി നടപ്പിലാക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഏക സിവിൽ കോഡ് രാജ്യത്ത് വീണ്ടും ചർച്ചയാകുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തോടെ സിവിൽ കോഡ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബിജെപി. ഈ വർഷം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2024-ലെ പൊതു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ബിജെപിയുടെ നീക്കമാണ് ഇത്. സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള നിലപാട് കടുപ്പിക്കുകയാണ് ബി.ജെ.പി. ഭോപ്പാലിൽ ചേർന്ന പ്രവർത്തകരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഏക സിവിൽ കോഡ് വിഷയം ഉയർത്തിയത്. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. യൂണിഫോം സിവിൽ കോഡ് के नाम पर ऐसे लोगों को भड़काने का काम हो रहा है, लेकिन सच ये है कि यही लोग मुसलमान करते हैं. अगर ये मुसलमानों के सही मायने में हितैषी होते तो अधिकांश परिवार, मेरे मुस्लिम भाई बहन, शिक्षा में पीछे न रहते, रोजगार में पीछे न रहते, मुसीबत की जिंदगी जीने के लिए मजबूत नहीं रहते. ഒരു രാജ്യത്ത് 2 നിയമങ്ങൾ എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. ഭരണഘടനയെയും സുപ്രീം കോടതിയുടെ നിലപാടിനെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. एक घर में परिवार के एक सदस्य के लिए एक कानून हो, परिवार के दूसरे सदस्य के लिए दूसरा कानून हो, तो क्या वो घर चल पाएगा? क्या कभी भी चल पाएगा? क्या फिर ऐसी दोहरी व्यवस्था से देश कैसे चल पाएगा? हमें याद रखना है कि भारत के संविधान में भी नागरिकों के समान अधिकार की बात कही गई है. साथियों, ये लोग हम पर आरोप लगाते हैं और सुप्रीम कोर्ट ने बार बार कहा है, सुप्रीम कोर्ट डंडा मारती है, कह रही है कॉमन सिविल कोड लाओ. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മുസ്ലിം സംഘടനകളിൽ നിന്നും ഉയർന്നത്. ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രിയുടേതെന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ ആരോപിച്ചു. हम तो कह रहे हैं कि भाई आप मसौदा लाइए और देश के सामने उसको रखिए, देश से उस पर कंसेंसस लीजिए और उसको लागू कीजिए. हमारा उसका विरोध नहीं है, लेकिन हम ये जरूर चाहते हैं कि उस पर कंसेंसस होना चाहिए. ഭരണഘടനയെ മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത് എന്നായിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗം ആരിഫ് മസൂദിന്റെ പ്രതികരണം. ये इधर उधर की बातें ना करें. जो संविधान बाबा साहब ने दिया था, देश का हर वर्ग वही संविधान पे सहमति जताता है और जताता रहेगा और संविधान को बर्बाद और चेंज नहीं होने देगा. സിവിൽ കോഡ് നടപ്പിലാക്കിയില്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ അജണ്ടയായി വിഷയത്തെ നിലനിർത്താൻ ബി.ജെ.പിക്ക് ഇതിലൂടെ സാധിക്കും. ഇത് പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ബി.ജെ.പി. ഏക സിവിൽ കോഡിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അജണ്ട തയ്യാറാക്കുകയാണ് ബി.ജെ.പി.
നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മുത്തലാഖിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം സഹോദരിമാരോട് കാണിക്കുന്നത് വലിയ ക്രൂരതയാണെന്ന് പ്രധാനമന്ത്രി ഭോപ്പാലിൽ പറഞ്ഞു. മധ്യപ്രദേശിലെ ബിജെപിയുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പരാമർശം. വൃക്കകളുടെ പ്രവർത്തനം മന്ദഗതിയിലായതിനാൽ അബ്ദുൾ നാസർ മദനി ആശുപത്രിയിൽ തുടരും. രക്തസമ്മർദ്ദവും ക്രിയാറ്റിനും ഉയർന്ന നിലയിലാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അദ്ദേഹത്തെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കും. ആശുപത്രി വിടാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. സമരം ചെയ്തതിന് അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച സംഭവത്തിൽ പോലീസിനെതിരെ പരാതി നൽകി MSF നേതാക്കൾ. മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കുമാണ് പരാതി നൽകിയത്. +2 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്തവരെയാണ് കയ്യാമം വെച്ചത്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഈ മനുഷ്യാവകാശ ലംഘനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം ഈ സംഭവത്തിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? രേണുക, MSF ജില്ലാ സെക്രട്ടറി TT ആഫ്രിൻ, കൊയിലാണ്ടി മണ്ഡലം സെക്രട്ടറി ഫസീഫ് മുഹമ്മദ് എന്നിവരാണ് പോലീസിനെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുള്ളത്. അതായത് മിനിയാന്നാണ് സംഭവം. കൊയിലാണ്ടിയിൽ മന്ത്രി V ശിവൻകുട്ടി എത്തിയ സമയത്ത് മലബാറിനോടുള്ള വിദ്യാഭ്യാസ മേഖലയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കരിങ്കൊടി കാണിച്ച്. ഇതിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. കാരണം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സമരം ചെയ്യുന്നവരെ കൈവിലങ്ങ് ഇട്ട് ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ സമരങ്ങളും മറ്റു പരിപാടികളും എല്ലാം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി പോലീസിനെതിരെ രംഗത്ത് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് എന്ന് അറിയാമോ? അതിന്റെ ഉള്ളടക്കം അറിയാമോ? തീർച്ചയായും ഇതിലെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്നുണ്ട്. ഇതിനകത്ത് ഇത്തരത്തിൽ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ മലബാറിലെ പ്രധാനമായി ഈ +1 വിദ്യാർത്ഥികൾക്കുള്ള സീറ്റിലെ ആ ഒരു അപ്രഖ്യാപിത പ്രതിഷേധം എന്നുള്ള രീതിയിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അത് ആ ഒരു രീതിയിലല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേക അനുമതി വാങ്ങണം. ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു മജിസ്ട്രേറ്റിന്റെ അനുമതി ഉൾപ്പെടെ ഇതിൽ ആവശ്യമാണ്. RDO പോലുള്ള മജിസ്ട്രേറ്റുകളുടെ അനുമതി ഇതിനകത്ത് ആവശ്യമാണ്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസ് ഏകപക്ഷീയമായി ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ കർശന നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാനും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുള്ളത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഉന്നത CPM നേതാവ് 2 കോടിയിലേറെ രൂപ കൈക്കൂലി വാങ്ങി കൈതോലപ്പായിൽ പൊതിഞ്ഞുകൊണ്ടുപോയെന്നായിരുന്നു ശക്തിധരന്റെ ആരോപണം. പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പിണറായിയെ ലക്ഷ്യമിട്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ദീർഘനാൾ CPM ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന G ശക്തിധരന്റെ ആരോപണം പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കുകയാണ്. CPM നടപടിയെടുത്ത് പുറത്താക്കിയ ശക്തിധരൻ നിരന്തരം CPM നേതൃത്വത്തെയും പിണറായി വിജയനെയും വിമർശിച്ച് രംഗത്ത് വരാറുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു ആരോപണം ഇതാദ്യമാണ്. ഇന്നലെ ഫേസ്ബുക്കിലൂടെ ശക്തിധരൻ ഉയർത്തിയ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നു. തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയർ വരെ പേരുകേട്ട ശതകോടീശ്വരനായ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ 2 ദിവസം തങ്ങിയപ്പോൾ ചില വൻതോക്കുകൾ നേതാവിനെ സന്ദർശിച്ചു, പണം സമ്മാനിച്ചു. കിട്ടിയ പണം എണ്ണാൻ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. 2,35,000 രൂപ വരെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി. പണം കൊണ്ടുപോകാൻ 2 കൈതോലപ്പായ വാങ്ങി. ഇന്നോവ കാറിന് ഇടുക്കിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരംഗവും കാറിലുണ്ടായിരുന്നു. കോവളത്തെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ 2 കെട്ടുകൾ AKG സെന്ററിൽ കൊണ്ടുവരികയും അതിലൊന്ന് AKG ഫ്ളാറ്റിലേക്ക് മാറ്റിയതായും ശക്തിധരൻ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിലേക്ക് വിരച്ചുകൊണ്ടുന്നതാണ് ശക്തിധരന്റെ ആരോപണങ്ങൾ. ഗുരുതരമായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൊച്ചിയിൽ കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ വിവിധ ആളുകളിൽ നിന്നായി ശേഖരിച്ച പണം ഒരു കൈതോലയിൽ കെട്ടി കാറിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ്. പിണറായി മന്ത്രിസഭയിലെ ഒരു അംഗം കൂടി ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടി അന്ന് ആ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. പിണറായി വിജയന്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ, കൂടെ ഇന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തിയ ഒരാൾ,
അയാൾ ഇതുപോലുള്ള വിശ്വാസ്യതയുള്ള ഒരാൾ ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ അന്വേഷിക്കില്ല. അതിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. മൊഴികളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമെതിരെ കേസെടുത്ത സർക്കാർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ അങ്ങനെ നീങ്ങുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമവഴികൾ തേടാനും നീക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശക്തിധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി. ബെന്നി ബെഹനാൻ MPയാണ് DGPക്ക് പരാതി നൽകിയത്. ശക്തിധരന്റെ മൊഴിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു ഇന്ന് വിജിലൻസ് മുൻപാകെ ഹാജരായില്ല. ശനിയാഴ്ച ഹാജരാകുമെന്ന് പ്രശാന്ത് ബാബു അറിയിച്ചു. കോഴിക്കോട് തൊണ്ടയാടുള്ള വിജിലൻസ് ഓഫീസിലെത്തി മൊഴി നൽകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പ്രശാന്ത് ബാബു നൽകിയ പരാതിയിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് സുധാകരന്റെ വരുമാന സ്രോതസ് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പ്രശാന്ത് ബാബുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി. കണ്ണോത്തുംചാൽ സ്വദേശി സത്യവതിയാണ് പ്രശാന്ത് ബാബുവിനെതിരെ പരാതി ഉന്നയിച്ചത്. മൊറാഴ UP സ്കൂളിൽ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി 15 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. 2018 സംഭവം. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഡോക്ടർ V വേണു പുതിയ ചീഫ് സെക്രട്ടറി. ഫയർഫോഴ്സ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് ആണ് പുതിയ പോലീസ് മേധാവി. മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറി VP ജോയിയും പോലീസ് മേധാവി അനിൽകാന്തും വെള്ളിയാഴ്ച വിരമിക്കും. ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ V വേണു. അദ്ദേഹത്തെക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് തിരികെ വരാൻ താൽപര്യം കാണിക്കാത്തതോടെ സർക്കാരിന് മുന്നിലെ സ്വാഭാവിക പേരായി വേണു മാറി. ആലപ്പുഴ സ്വദേശിയായ വേണുവിന് 2024 ഓഗസ്റ്റ് 31 വരെ സർവീസുണ്ട്. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. MBBS ബിരുദധാരിയാണ്. സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം കൂടിയായ വേണു മലയാളത്തിൽ ഒപ്പിടുന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബും 1990 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. പട്ടികയിൽ നിന്ന് K പത്മകുമാറിനെയും ഹരിനാഥ് മിശ്രയെയും മറികടന്നാണ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാകുന്നത്. നെടുമങ്ങാട് ASP ആയി സർവീസ് ആരംഭിച്ച അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് വിജിലൻസ് ഉത്തരമേഖല ADGPയായും ജയിൽ മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വച്ച് സർക്കാർ കേസുകൾ എടുക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്ന സമയത്തെ സ്ഥാനലബ്ധി ദർവേഷ് സാഹിബിന് വലിയ വെല്ലുവിളിയാകും. ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും മാറുന്നതോടെ IAS IPS തലത്തിൽ വലിയ അഴിച്ചുപണിയുണ്ടാകും. V വേണുവിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ തദ്ദേശ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആഭ്യന്തര സെക്രട്ടറിയാകാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം തിരുവാർപ്പിലെ ബസ്സുടമയും CIT യൂണിയനും തമ്മിലുള്ള തർക്കത്തിൽ പരിഹാരം. മുഴുവൻ തൊഴിലാളികൾക്കും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ജോലി നൽകാമെന്ന ഉടമയുടെ ഉറപ്പ് CITU അംഗീകരിച്ചു. 4 മാസത്തിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്താൻ വീണ്ടും യോഗം ചേരും. തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരം ന്യൂസ് 18. മികച്ച പരിസ്ഥിതി റിപ്പോർട്ടിംഗിന് ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജനാണ് പുരസ്കാരം. ജലനിലങ്ങൾ എന്ന റിപ്പോർട്ടിനാണ് പുരസ്കാരം. കാവാലം നാരായണ പണിക്കരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവനവൻ കടമ്പ പുരസ്കാരം യുവ നാടക പ്രവർത്തകൻ ഹസീം അമരവിളയ്ക്ക്. കാവാലം സംസ്കൃതി ഏർപ്പെടുത്തിയ പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കാവാലം നാരായണ പണിക്കരുടെ മകൻ കാവാലം ശ്രീകുമാർ സമ്മാനിച്ചു. സ്പോർട്സ്. ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനുള്ള മത്സരക്രമമായി. ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെയാണ് മത്സരങ്ങൾ. അഹമ്മദാബാദിലാണ് ഉദ്ഘാടന മത്സരവും ഫൈനലും. ഇന്ത്യ പാക് മത്സരം ഒക്ടോബർ 15 നടക്കും. ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ടീമുകളുടെ 4 സന്നാഹ മത്സരങ്ങൾ കാര്യവട്ടത്തുണ്ടാകും. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5425 രൂപ, പവന് 43400 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ.
താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. നരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.